അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 205-ാമത്തെ ഹദീസ്, അക്രമം ഹറാമാണ് എന്ന ബാബുടെ അതിൽ 3-ാമത്തെ ഹദീസ്. ഈ ഹദീസിൽ വിവരിക്കുന്നത് ഒന്ന് ഹജ്ജത്തുൽ വദാ എന്ന് ആ വലിയൊരു സംഭവം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗംഭീരമായി പ്രസംഗിച്ച് സമുദായത്തിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് ദജ്ജാലിനെ കുറിച്ചിട്ടിട്ട്. എല്ലാ നബിമാരും ദജ്ജാലിനെ കുറിച്ച് സമുദായത്തിന് പേടിപ്പാറ്റി പോയിടാറും, എല്ലാ നബിമാരും. അപ്പൊ ഞങ്ങളുടെ നബിയുടെ ഉമ്മത്തിലായിട്ട് അവൻ പുറപ്പെട്ടത്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമും അതൊക്കെ മുന്നിൽ വന്ന നബിമാറും പിന്നെ നബിമാറും, നൂഹ് നബി അലൈഹിസ്സലാമുടെ കാലത്തിൽ പിന്നെ എല്ലാ നബിമാറും അങ്ങനെ സമുദായത്തിന് ദജ്ജാലിനെ കുറിച്ച് പേടിപ്പാട്ടിച്ചൊന്നത്. അതുകൊണ്ടായിട്ട് നിസ്കാരത്തിനെ നോക്കൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അല്ലാഹുവിന്റെ കാവൽ കേൾക്കുക ഖബറുടെ അദാബിൽ നിന്നും, ഖബറുടെ ഫിത്നയിൽ നിന്നും, നരകത്തിന്റെ ഫിത്നയിൽ നിന്നും അല്ലെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ, നരകത്തെ ഫിത്ന, വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, മരണത്തെയും ഹയാത്ത് കാലത്തും ഫിത്ന, വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലുടെ ഫിത്നയിൽ നിന്ന് കാവൽ കേൾക്കുക എന്നുള്ളത്. അപ്പൊ നിസ്കാരത്തിൽ ദ്വാരയുടെ ദ്വാരത്തിൽ അവന്റെ ഷർറിൽ നിന്ന് കാവൽ കേൾക്കലുണ്ട്. എന്താണ് ഈ ദജ്ജാല്? അപ്പൊ ആ ദജ്ജാലിനെ സംബന്ധിച്ച് ദജ്ജാലിന്റെ ഷർറുടെ തൊട്ട് കാവൽ കേൾക്കണം. ഇത് വിവരിക്കണ ബാബായിട്ട് ഹദീസായിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് ആ ഹദീസ് ഒന്ന് നോക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇതിന്റെ ഹദീസ് റിപ്പോർട്ട് ആക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, കുന്നാ നതഹദ്ദസു അൻ ഹജ്ജത്തുൽ വദാ, ഞങ്ങ ഹജ്ജത്തുൽ വദാ ചൊന്നോട്ട് അതിനെ സംബന്ധിച്ച് വിശേഷിച്ചൊന്നിന്നാണ്. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അൽഹുരിന, അണ്ട് ഞങ്ങളെ മുട്ട നബി തങ്ങളുണ്ട്, നബി ഹയാത്തിലുണ്ട്. വലാ നദ്രി മാ ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിട്ട് ഞങ്ങൾ കൊന്നില്ല. കാരണം ഈ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് പോയി പിന്നെ ഒരേ ഒരു ഹജ്ജാക്കിന് ഹിജ്റ 10-ാമത്തെ വർഷം ആ ഹജ്ജിന് നബി തങ്ങൾ തന്നെ പേര് വെച്ചില്ല ഹജ്ജത്തുൽ വദാ ഉണ്ട്. ഹജ്ജത്തുൽ വദാ വെച്ചിട്ടുണ്ടെങ്കിൽ വിദായ ചോളുടെ ഹജ്ജ്, വിടവാങ്ങൽ ഹജ്ജ് എന്നായിട്ട്. അപ്പൊ എന്ത് ഈ ഹജ്ജത്തുൽ വദാക്ക് ഇപ്പൊ വിടവാങ്ങൽ വെച്ചിട്ടുണ്ടെങ്കിൽ 6 വിടവാങ്ങല് എന്തിന്? ഇതൊന്നും ഞങ്ങൾക്ക് അണ്ട് കൊന്തില്ല, പേര് കൊന്തുണ്ട് ഹജ്ജത്തുൽ വദാ നബി തങ്ങൾ ചെന്നത്. നബി തങ്ങളാണെങ്കിലോ ഞങ്ങളുടെ എതിരിൽ ഹയാത്തിലുണ്ട്. അപ്പൊ അത് ബൈന അൽഹുരിന. അപ്പൊ ഹജ്ജത്തുൽ വദാ എന്തൊക്കെ പേര് വെച്ചിട്ട് ഞങ്ങൾക്ക് ഹത്ത അമിദല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ന അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിന്നെന്താക്കിയത് ഹജ്ജത്തുൽ വദാൽ അള്ളാഹുടെ സ്തുതിച്ചിട്ട്, അള്ളാഹുടെ സ്തുതിച്ചു ചൊന്ത്, അള്ളാഹുടെ ഹംദ് ചൊന്ത്. സുമ്മ ദക്കറൽ മസീഹ് ദജ്ജാൽ, പിന്നെ നബി തങ്ങൾ മസീഹ് ദജ്ജാലിനെ കുറിച്ച് ചൊന്ത്. ഫഅത്നബ ഫീ ദിക്രിഹി, ദജ്ജാലിന്റെ വിഷയത്തിൽ കുറെ നീട്ടി ചൊന്ത്, കുറെ വിഷയങ്ങൾ ചൊന്ത്. വഖാല എന്നതിനെ ചൊന്ത്, മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഉമ്മത്തഹ്. അപ്പോ അവിടെ ഇത് ചൊന്തല്ലേ എന്തേ ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ ഹജ്ജിന്റെ ഞങ്ങൾക്ക് അപ്പ കൊന്തില്ലെന്ന് തിട്ട്, അത് അപ്പങ്ങൾ കൊന്തില്ല, നബി തങ്ങൾ വഫാത്തായിട്ട് ഞങ്ങൾ കൊന്തായത്. കാരണം ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ 3 തിങ്കൾ നബി തങ്ങൾ വഫാത്ത് ചെയ്ത്. അപ്പൊ ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ ഹജ്ജിന്റെ 6 വിടവാങ്ങടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിൽ നിന്നും വിടവാങ്ങടെ ഹജ്ജ്, ലാസ്റ്റ് ഹജ്ജ് എന്ന് പിന്നെ ആയിട്ട് ഞങ്ങൾക്കത് പിടിയായത്. അപ്പൊ നബി തങ്ങൾ ഇക്കുമ്പോ ഇങ്ങനെ ഒരു പേര് വെക്കേണ്ട കാരണമായിട്ട് ഞങ്ങൾക്ക് കൊന്തില്ല ಅಂತ. അപ്പൊ ഈ ഹജ്ജത്തുൽ വദാൽ പ്രസംഗിച്ച ഒരു പ്രസംഗം, അതിൽ നബി തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് ചൊന്ത്. എന്നിട്ട് ചൊന്ത്, മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഉമ്മത്തഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നബിയുടെയും അള്ളാഹു കടത്തിട്ടില്ല, ആ നബി ആ ഉമ്മത്തിങ്ങൾക്ക് ദജ്ജാലിന്റെ പേടിപ്പാട്ടി ചൊന്നത്. അൻദറഹു നൂഹൻ, നൂഹ് നബി പേടിപ്പാട്ടി ചൊന്നത്. വൻ നബിയ്യൂന മിൻ ബഅദിഹി, നൂഹ് നബിയിൽ പിന്നെയുള്ള നബിമാരും പേടിപ്പാട്ടുന്നത്. അത് നൂഹ് നബിയെ സ്പെഷ്യലായിട്ട് ചൊന്നെന്ത് കേട്ടെങ്കിൽ ഈ നൂഹ് നബി അലൈഹി സ്വലാമിൽ പിന്നെയുള്ള ആൾമാരൊക്കെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പര, മനുഷ്യന്മാരല്ല,
നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽ. കാരണം നൂഹ് നബിയുടെ കാലത്തൊരു പ്രളയം വന്ന് അള്ളാഹു താല എല്ലാരെയും നശിപ്പിച്ച അതിൽ വലിയ രണ്ട് മുഅ്മിനീങ്ങൾ മാത്രം, അത് എംബോച്ചിൽ കീഴാൽ മാറും. അതിൽ മക്കളുണ്ടായത് നൂഹ് നബിയുടെ 3 മക്കൾക്ക് മാത്രം, സാമ്, ഹാമ്, യാഫിത്ത്. ഈ 3 മക്കൾക്ക് മാത്രം പിന്നെ സന്താനം ഉണ്ടായില്ല. അപ്പൊ ഇന്ത്യ ലോകത്ത് കണ്ടതെല്ലാം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമുക്ക് രണ്ടാമത്തെ ബാപ്പാൻ ചൊല്ലും. ഒന്നാമത്തെ ബാപ്പ ആദം നബി അലൈഹി സ്വലാം എത്തിക്കത്, രണ്ടാമത്തെ ബാപ്പ നൂഹ് നബി അലൈഹി സ്വലാം എത്തിക്കുക. അപ്പൊ നൂഹ് നബിയുടെ കാലത്തോർക്ക് ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിൽ പിന്നെ വന്ന മനുഷ്യന്മാരൊക്കെ നൂഹ് നബിയുടെ സന്താന പരമ്പരയാണ്. അപ്പൊ അതാ നൂഹ് നബിയുടെ അങ്ങനെ സ്പെഷ്യൽ ചൊന്നത്. എല്ലാ നബിമാരും പേടി പേടിച്ചൊന്നത്, പ്രത്യേകിച്ച് നൂഹ് നബി അലൈഹി സ്വലാമിന് ചൊന്നത്. വഇന്നഹു എന്നിട്ട് നബി തങ്ങൾ ചൊല്ലും, ഇൻ യഖ്റുജു ഫീകും ഫമാ ഖഫി അലൈക്കും മിൻ ഷാനിഹി ഫലൈസ യഖ്ഫ അലൈക്കും. നിശ്ചയമായിട്ടും ദജ്ജാൽ അതാ നിങ്ങൾ പുറപ്പെട്ടേൻ കണ്ടെങ്കിൽ, നിങ്ങളെ അവന്റെ കാര്യത്തിൽ നിങ്ങൾക്കെന്തും മറഞ്ഞത് ഉണ്ടോൻ കണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറഞ്ഞതെന്തും അല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഏനെ ഇന്ന റബ്ബക്കും ലൈസ ബിഅവറ, നിങ്ങളെ റബ്ബ് അഅ്വറല്ല. അഅ്വർ ചൊല്ല് കണ്ണിൽ ന്യൂനതയുണ്ട്, കോങ്കണ്ണ് അതൊക്കെ അഅ്വർ ചൊല്ല്. അതുപോലെ കണ്ണിടെ ഒരു കണ്ണ് കാഴ്ചയില്ലെങ്കിൽ അഅ്വർ ചൊല്ല്. അപ്പൊ ദജ്ജാലിന്റെ കണ്ണില് ഇന്നഹു അഅ്വറു ഐനിൽ യുംന, ഓന്റെ വലത്തെ കണ്ണില് ന്യൂനതയുണ്ട്. എങ്ങനെ അത്? ഐനഹു ഇനബുൻ ത്വാഫിയത്തുൻ, അവന്റെ വലത്തെ കണ്ണ് ഇനബത്തുൻ ത്വാഫിയത്തുൻ ചെന്നെങ്കിൽ ഈ തെറിച്ച് നിൽക്കുന്ന ദ്രാക്ഷി പോലെ, തുറച്ച് നിൽക്കുന്ന ദ്രാക്ഷി ഒന്നെങ്കിൽ ഈ അതിൽ വിശദീകരിച്ച് അവിടെ കാണാം. ദ്രാക്ഷി ഞക്കിയെങ്കിൽ ഒരു തണ്ണിയുടെ മേലേക്ക് എത്തി അങ്ങനെ കാണാം. അതുപോലെ ചെന്നെങ്കിൽ ഇത് എത്ര അല്ല, കണ്ണെന്തായിട്ടില്ല, മേൽ എത്ര വന്നിട്ടുമില്ല, അടിക്ക് ഗുണ്ടിക്ക് പോയിട്ടുമല്ല, ലെവൽ മുഖത്തേക്ക് ലെവലായിട്ടിക്കട് അവൻ്റെ ആ കണ്ണിക്കട്. ആ കണ്ണിൽ എന്തില്ല പിന്നെ അതൊരു ബെൽപ്പടിച്ചിട്ടിക്കട്, അതിലെ പ്രകാശം കുറഞ്ഞിട്ടിക്കട് ചെന്നാൽ അവനക്ക് കണ്ണിടെ പിന്നെ കണ്ണിൽ ന്യൂന്യതയുണ്ട് എന്ന്. പിന്നെ ഇടത്തെ കണ്ണിടെ സംബന്ധിച്ച് ചൊന്ന ഇവിടെ ഒരു ഹദീസിൽ കാണാം, ഇതിലത് ചൊന്നിട്ടില്ല. ഇടത്തെ കണ്ണിടെ മേലെ എന്താ ഒരു തോൽ ഇങ്ങനെ അഡ വന്നിട്ടുണ്ട്. അപ്പോൾ 2 കണ്ണിലും ന്യൂന്യതയുണ്ട്. അപ്പോൾ ആ വലത്തെ കണ്ണിടെ അവിടെ എന്തിരിക്കട് സമാനയിക്കട്, മുഖത്തോടെ ഒരേപോലെ എന്തില്ല, കണ്ണ് ഗുണ്ടിലല്ല, കണ്ണ് എത്രയായിട്ടും അല്ല എന്ന്. അല അറിയണം, ഇന്നല്ലാഹു ഹറമ അലൈക്കും ദിമാഅക്കും, അല്ലാഹു തആല നിങ്ങളെ മേൽ നിങ്ങളെ ചോരയുടെ അല്ലാഹു ഹറാമാക്കിര, വാമ്വാലക്കും നിങ്ങളെ സ്വത്തും ഹറാമാക്കിര. അപ്പം നിങ്ങൾ പരസ്പരം കൊല്ലുകത്തീര, ഒരു മനുഷ്യർ പിന്നൊരു മനുഷ്യരെ കൊല്ലുകത്തീര, പിന്നൊരു മനുഷ്യരെ സ്വത്ത് വലിച്ചെടുക്കത്തീര, അത് ഹറാമായിട്ടിക്കട്. നാളെ ബാബെന്തര് അക്രമം ഹറാമുണ്ട്. അപ്പൊ അതിൽ ആ ഹജ്ജത്തുൽ വദാൽ നബി തങ്ങൾ ഒരുപാട് പ്രസംഗിച്ച് സമുദായത്തിൽ ഒരുപാട് വിഷയങ്ങൾ അണ്ട് ചൊന്നു കൊടുത്തു. നീണ്ട പ്രസംഗമായിട്ടിക്കട് 4 വട്ടം നബി തങ്ങൾ പ്രസംഗിച്ചു. അതിൽ അറഫയിലുള്ള പ്രസംഗം ഉണ്ടല്ലോ, അതും പ്രസംഗിച്ചു. അങ്ങനെ 4 വട്ടം നബി തങ്ങൾ സമുദായത്തിന് വലിയ പ്രസംഗം നടത്തി കൊടുത്തു. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഈ സമുദായത്തിന് നബി തങ്ങൾ ഉപദേശം കൊടുത്തുപോയില്ല. അതിൽ കൊടുത്ത ഒരു ഉപദേശമായിട്ടിക്കട് അതിലെ ഭാഗത നിങ്ങളെ മേലെ നിങ്ങളെ ചോരയും നിങ്ങളെ സ്വത്തും ഹറാം. ചോര ഹറാമ് ചെന്ന് ഓർത്ത് പിന്നെ കൊല്ലത്തീര, സ്വത്ത് ഹറാമ് ചെന്ന് പെത്ര സ്വത്ത് വലിച്ചെടുക്കത്തീര. കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ, ഇന്നത്തെ 4 ഉറുമത്ത് പോലെ ഈ റായത്തില് ഈ തിങ്ങൽ, അതായത് നബി തങ്ങൾ മക്കത്തില് ഈ റായത്തെ ഈ മക്കത്തിൽ ഈ തിങ്ങൽ, ദുൽഹിജ്ജ തിങ്ങൽ, ഹജ്ജിലെ തിങ്ങൽ, അതുപോലെ ഈ റായ മക്ക റായത്തില് ഇന്നത്തെ നാൾ അറഫ നാള് അല്ലെ, ഇന്നത്തെ നാളിക്ക് എത്ര മഹത്വമുണ്ട്, ഈ ജാഗി എത്ര മഹത്വമുണ്ട്, ഈ തിങ്ങൾക്ക് എത്ര മഹത്വമുണ്ട്. അപ്പൊ ഈ റായത്തിൽ അല്ലെ, ഈ സന്ദർഭത്തിൽ ഈ ടൈമില് പരസ്പരം ആക്രമിക്കുക തീരല്ലേ എന്നതുപോലെ നിങ്ങളെ പരസ്പരമുള്ള നിങ്ങളുടെ സ്വത്തും ചോരകും വിലയുണ്ട്, പരസ്പരം കൊല്ലുകയോ സ്വത്ത് വലിച്ചെടുക്കുക തീരാ. എന്നിട്ട് നബി തങ്ങൾ അല അറിയണം, ഹൽ ബല്ലഗ്തു, ഞാൻ അല്ലാഹു തആല നക്ക് ദീൻ പ്രബോധനാക്കുക, അല്ലാഹു തആല നക്ക് തന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ എത്തുവാട്ടി തന്നിട്ടില്ലേ? ഖാലു നഅം. അപ്പൊ സ്വഹാബാക്കളെല്ലാം ചൊന്നത്, നബിയെ നിങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ചൊന്നത്. ഖാല, അപ്പൊ നബി തങ്ങൾ അല്ലാഹുമ്മ അശ്ഹദ്, പടച്ചവനെ നീ സാക്ഷിയാകും. സലാസൻ 3 വട്ടം ചെന്നത്. നക്ക് തന്നെ ദൗത്യം ഞാൻ മനുഷ്യന്മാർക്ക് എത്തുവാട്ടി കൊടുക്കുക, ഞാൻ ദീൻ പ്രബോധനാക്കില്ല, നന്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചില്ല, നന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റില്ല. പടച്ചവനെതാ ഇത്രല്ല സ്വഹാബാക്കളിട്ട് മുന്നിട്ട് നബി തങ്ങൾ കേൾക്കേ, ನಾನು ನಿಂಗೆ ಎಲ್ಲ ಪಡಿಪಾಟಿ ತന്നിട്ടില്ലേ? സ്വഹാബാക്കളുടെ അതേ ചൊന്നത്. അപ്പൊ അള്ളാഹു താല ചൊല്ല, അള്ളാഹു മസ്ഹദ്, പടച്ചവനെ നീന സാക്ഷിയാവും. സലാസൻ 3 വട്ടം നബി അങ്ങനെ ചെന്നു. വൈലക്കും ഔ വൈഹക്കും, നിങ്ങളെ നാശം,
അതൊരു അത്ഭുതപ്പെട്ടുകൊണ്ട് ചൊല്ലേ ഏതാ നിങ്ങൾക്ക് നാശം ഉൻദുറു നിങ്ങൾ നോക്കുക ലാ തർജിഉ ബഅദി കുഫാറ നിങ്ങൾ എൻ്റെ ശേഷം കാഫിരീങ്ങളായി മടങ്ങരുത്. നാന്റെ വഫാത്തിൽ പിന്നെ നിങ്ങളെന്താ വരുത് കാഫിറായി മടങ്ങരുത്. ഏനെ യദ്റിബു ബഅദുക്കും റികാബ ബഅദ് ചിലരെ പെരടിയെ വെട്ടുന്നു. അതുപോലെ അതായത് നിങ്ങൾ പരസ്പരം കൊന്നലുടെ ഇങ്ങനെ നിങ്ങൾ ആയിപ്പോണു തീറാ എന്ന് റവാഹുൽ ബുഖാരിയും മുസ്ലിം ഭാഗം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസും റിപ്പോർട്ടാക്കിയിട്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തെ കൊടുത്ത ഉപദേശിക്കുന്നത് ഒന്ന് ദജ്ജാലിനെ കുറിച്ച് പഠിപ്പിച്ചത് ജന്റെ പരസ്പരം നിങ്ങൾ സ്വത്തും സമ്പത്തും ലൂട്ടിയടിക്കത്തീറ ഒത്ത പിന്നർത്ഥത്ത് വലിച്ചെടുക്കോത്തീറ അതൊക്കെല്ലാം ബഹുമാനുണ്ട് വിലയുണ്ട് പിന്നർത്ഥരെ ചോരക വിലയുണ്ട് അവന്റെ സ്വത്തുക വിലയുണ്ട് വലിച്ചെടുക്കോത്തീറ. എന്നിട്ട് നബി തങ്ങൾ ചെന്നത് നിങ്ങൾ നണ്ടിൽ പിന്നെ പരസ്പരം നീങ്ങം എന്താക്കത്തീറ കുഫാറായി മടങ്ങരുതെന്ന് ഇപ്പൊ നിങ്ങൾ കാപ്പിരിങ്ങലിട്ട് ഇതാക്കിക്കൊണ്ടി എന്നതുപോലെ നിങ്ങൾ എന്താക്കത്തീറ പരസ്പര കൊന്നൊലകുത്തീറ പരസ്പര യുദ്ധാക്കത്തീറ പരസ്പര കൊല്ലുടെ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യുകത്തീറ എന്ന് ഉമ്മത്തിക ഉപദേശം ചൊന്നു കൊടുത്തത്. അപ്പൊ ഇതിൽ ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദജ്ജാലിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ആക്കടെ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ സംബന്ധിച്ച് അറിയേണ്ടത് അതായത് തൻ്റെ സമുദായത്തിൽ ഉമ്മത്തിങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുത്തത് അവന് പടച്ചോണല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് അത് വിശദമായിട്ടുള്ള അതിൽ വന്ന ഹദീസുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചാനലിൽ തന്നെ പിന്നെ അപ്ലോഡ് ആക്കടെ. അത് പൂർണ്ണമായിട്ടും കാതു കൊടുക്കും. അള്ളാഹു എല്ലാവർക്കും ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ.